Lot of traffic? Yes. Oh my god. ഒന്നൊന്നര പണിയായിപ്പോയി. ഫ്ലൈറ്റ് കിട്ടിയ ഭാഗ്യം. എല്ലാവരും ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. വിമാനം ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ലോഞ്ചിലിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. പണി പാളും. വിമാനം ലേറ്റായിട്ട് കിടന്ന ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഒരുത്തൻ അവിടെ ഒന്ന് സിർട്ട് വലിക്കുന്ന എയർപോർട്ടിനകത്ത്. ഇന്ത്യ നോ ചൈന, ഇന്ത്യ. അങ്ങനെ ഞങ്ങൾ സൈപ്രസ് എത്തിയിരിക്കുകയാണ്. ഞാൻ കാല് കുത്തുന്നു. എൻ്റെ 91ാമത്തെ രാജ്യം ഇപ്പം വീടാൻ കാല് കുത്തി. ഗൈസ്, ഞാനങ്ങനെ എയർപോർട്ടിൽ പോകാനായിട്ട് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. യെസ്, ഐ എം വെയിറ്റിംഗ് ഹിയർ ഫോർ ദ ടാക്സി. ബോൾട്ട് വഴി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ പോയി. ഞാൻ ഇറങ്ങാൻ ലേറ്റായി. സമയം 3:30ആയി. 5:30ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇവിടുന്ന് 3/4 മണിക്കൂർ എയർപോർട്ടിലേക്ക് കാണിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ മൂഞ്ചസിയാണ്. കാരണം ഇവിടുന്ന് 2 ഫ്ലൈറ്റ് ഉണ്ട്. ഇവിടുന്ന് ബാരി എന്ന് പറഞ്ഞ ഇറ്റലിയിലെ ഒരു സ്ഥലത്തേക്കും പിന്നെ അവിടെ നിന്ന് അൽബേനിയയിലേക്കും. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ലെറ്റ്സ് സീ. ഞാൻ ഇവിടെ ടാക്സി ബുക്ക് ചെയ്തിട്ട് 10-15 മിനിറ്റായി വെയിറ്റിംഗ്. ടാക്സി ഈസ് ഓൺ ദ വേ. Lot of traffic? Russia? Lot of traffic? Yes. Oh my god. Oh, okay. Okay, you take the shortcut, okay? Go faster. I have a flight at 5:30. Yeah. Let's go. It's okay. ചേച്ചിയാ പാവം. പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല. 6 കിലോമീറ്റർ പോകാനായിട്ട് 45 മിനിറ്റ് കാണിക്കുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ മിക്കവാറും പെട്ടു. എൻ്റെ ഫ്ലൈറ്റിൽ മിക്കവാറും മിസ്സാവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അങ്ങനെ ഫൈനലി 4:30 മണിയായി. എത്ര 5-6 കിലോമീറ്റർ പോകാനായിട്ട് 1 മണിക്കൂർ എടുത്തു. ഒന്നൊന്നര പണിയായിപ്പോയി. എന്നാലും ഞാൻ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഫ്ലൈറ്റ് കിട്ടിയ ഭാഗ്യം. ടാക്സിയിൽ എയർപോർട്ടിലെത്തി. 5:30ക്കാണ് ഫ്ലൈറ്റ്. ഞാൻ 4:35 എത്തുന്നത്. അയ്യോ, ബാഗ് ഡ്രോപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര സംഭവം. ബാഗ് ഡ്രോപ്പ് ചെയ്ത് അവർ ചെക്കിങ് ക്ലോസ് ചെയ്തില്ല. ഭാഗ്യത്തിന് ബാഗ് ഡ്രോപ്പ് ചെയ്ത് നോ വി ഗോ ഇൻസൈഡ്. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്ത് വന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് എടുത്ത് സെക്യൂരിറ്റി ചെക്ക് ചെയ്യാം. കാരണം ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഗേറ്റ് നമ്പർ 36 നമ്മളെ ബോർഡിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അവിടെ എനിക്കാണെങ്കിൽ വിശക്കൊന്നും മൂത്രം ഒഴിക്കണം. ഞാനിവിടെ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്തോ ഒരു ബർഗർ ഓർഡർ ചെയ്ത് എനിക്ക് വിശക്കുന്നു. അപ്പോൾ ഇവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ട്. സോ വി ഓർഡർ. എനിക്ക് പേയ്മെൻറ്റ് ചെയ്ത് ഇതെന്താ പേയ്ലൻ. ഓ ചെല്ല്, പേയ്മെൻറ്റ് പോട്ടെ. PLN അല്ല പേയ്മെൻറ്റ് കൺഫർമേഷൻ. താക്ക് നീയേ എന്തോ താക്കായിരിക്കും. യെസ്, താക്ക് നീയേ. എവിടെ നമ്പറൊന്നുമില്ല. 3326. ഞാൻ എന്തേ മക്ഡൊണാൾഡ്സിൽ നിന്ന് വാങ്ങിച്ച ബർഗറും പിന്നെ ഇത് വെള്ളമാണ്. വെള്ളം കുപ്പിയല്ലേ, ഗ്ലാസ്സിലാകുന്ന ഒരു വെള്ളം. എല്ലാം കൊണ്ട് വിമാനത്തിൽ കയറാനായിട്ട് നിൽക്കുകയാണ്. ബോർഡിങ് വിസ് എയറിൻ്റെ വിമാനത്തിലാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത്. നമ്മളിവിടെ നിന്ന് ആദ്യം ഇറ്റലി പോവും. ഇറ്റലിയിൽ നിന്ന് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ കയറി അൽബേനിയ പോവും. ഇവിടെ നിന്ന് ഡയറക്റ്റ് അൽബേനിയയിലേക്ക് ഇന്ന് ഫ്ലൈറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് പോകുന്നത്. എത്തി ഗൈസ്. ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് മിസ്സായില്ല. ഓൺ ടൈം. എന്താല്ലേ, അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ വിമാനത്തിൽ കയറാൻ പോകാൻ വീണ്ടും. ഞാൻ ആദ്യമായിട്ടാണ് വാർസോയിൽ നിന്ന് വിമാനത്തിൽ കയറി പോളണ്ടിൽ നിന്ന്. അങ്ങനെ വീണ്ടും വിസ് എയറിൻ്റെ ഫിഫ്ത്ത് റോയിൽ സീറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് 2.5 മണിക്കൂറുണ്ട് ഇറ്റലിയിലെ ബാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ബാരി ഞാൻ പോയിട്ടില്ല. നമ്മളവിടെ ഇറങ്ങിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞ് വേറെ വിമാനം. കണക്ഷൻ ഫ്ലൈറ്റ് അല്ല, എൻ്റെ ഡിഫറെൻറ്റ് ഫ്ലൈറ്റാണ്. അതായത് 2 PM ആണ്. വിസ് എയറിൽ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതും മിസ്സായാൽ അത് പോയി. അങ്ങനെയാണ്. വിസ് എയറിലെ മാഗസിൻ നല്ല മാഗസിൻ അല്ലേ ഗൈസ്? ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് നമ്മളെ ക്വാളിറ്റി കുറവാണ്. അതായത് ഫ്രണ്ട് പേജൊക്കെ സാധാരണ ചുമ്മാ പേപ്പറാണ്, വലിയ ഗ്ലോസി പേപ്പറൊന്നുമല്ല. ഹാർഷ് ലാൻഡിങ് ആയിരുന്നു. ഫുള്ള് കോടയായിരുന്നു. കോടയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹി വിമാനത്താവളത്തിലൊക്കെ തണുപ്പത്ത് ഈ സമയത്ത് കോട വരില്ല. അതേപോലെ ഫുള്ള് ഒരു വിസിബിലിറ്റി ഇല്ലായിരുന്നു. എങ്ങനെയാണ് പൈലറ്റ് അവിടെ റൺവേയിൽ ലാൻഡ് ചെയ്യിപ്പിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സമ്മതിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം BARI ബാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? നമ്മുടെ KLTUK യാത്രയിൽ നമ്മൾ ഗ്രീസിൽ പത്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഓവർനൈറ്റ് ഒരു കപ്പലിൽ കയറി കിടന്നുറങ്ങി നമ്മൾ ഇറ്റലിയിലേക്ക് വന്നായിരുന്നു. പത്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് രാത്രി കയറിയ കപ്പൽ രാവിലെ ഈ ബാരി സെൻട്രൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് വന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ ട്രെയിൻ കയറി പോകുന്ന കപ്പലൊക്കെ ഇല്ലേ, അതും പിന്നെ മാൾട്ടയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയത്. അപ്പോൾ ഞാൻ ബാരി നല്ല പരിചയമുണ്ടല്ലോ. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാനത് ഓർത്തത്. ശരിയാ, ഞാൻ ബാരി പോയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഞാൻ ബാരി വഴി 1 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. ബാരിന്ന് ടർക്കിഷ് എയർലൈൻസ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാഗ് കളക്ട് ചെയ്ത് രണ്ടാമത് വീണ്ടും ചെക്ക് ഇൻ ചെയ്താലേ നമുക്കിനി പോകാൻ പറ്റുള്ളൂ. കാരണം ഇനി നമ്മൾ പോകുന്നത് അൽബേനിയ ഇൻ്റർനാഷണൽ ആണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ബാഗ്. പെട്ടി വന്ന് തുടങ്ങി. ഇതേ വരുന്നു എൻ്റെ പെട്ടി ആദ്യം. മോനെ അത് വിളിച്ചു. ഇതേ വരുന്നു എൻ്റെ പെട്ടി ആദ്യം. നമ്മുടെ പെട്ടി എന്തായാലും വളരെ യുണീക്ക് ആയതുകൊണ്ട് അത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊരു ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ, കുഞ്ഞ് എയർപോർട്ട്. പക്ഷേ ഇത് ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. പിന്നെ നമ്മളെപ്പോലെ തന്നെ വന്ന് പല സ്ഥലങ്ങളിലേക്ക് അടുത്ത വിസേറിൻ്റെ ഫ്ലൈറ്റ് എടുത്ത് പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. കാരണം വിസേറിൻ്റെ ഫ്ലൈറ്റ്സ് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. സിംഗിൾ PNR നമുക്ക് കണക്ഷൻ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായ് ടു മുംബൈ ടു കോലാലംപൂർ എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ പറ്റും. പക്ഷേ വിസേർ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ബാഗേജ് ഒന്നും ഡയറക്റ്റ് പോവില്ല. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണോ പോയി ഇറങ്ങുന്നത് അവിടെ നമുക്ക് ഇറങ്ങി ബാഗ് കളക്ട് ചെയ്ത് ആ രാജ്യത്തെ വിസ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടി വരും. ഇമിഗ്രേഷൻ ചെയ്തിട്ട് വരേണ്ടി വരും. എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. മിന്നിത്തിളങ്ങുന്ന ക്രിസ്മസ് ട്രീ നോക്കൂ. കണ്ട ആൾക്കാരൊക്കെ താഴെ ഇരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ മര്യാദയ്ക്ക്. ചെക്ക് ഇൻ ഏരിയ ചിത്രമുള്ള എയർപോർട്ട്. ഇതൊരു ചെറിയ എയർപോർട്ട് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞ് എയർപോർട്ട്. ഇവിടുന്ന് റയാനെയർ ആണ് ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിനി എൻ്റെ അടുത്ത ഫ്ലൈറ്റ് രാത്രി 11 മണിക്കാണുള്ളത്. ഇപ്പോൾ സമയം 8:15 ഉള്ളൂ. ഇവിടെ എന്നെ പോലെ ഒരു 5-6 പേര് നിൽപ്പുണ്ട്. ഇവിടെ ചെക്ക് ഇൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. പക്ഷേ തുടങ്ങിയിട്ടില്ല. ഇതിപ്പോൾ ആൾക്കാർ വരുമായിരിക്കും. ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നോബഡീസ് ഹിയർ. ഇതെന്താ പരിപാടി എന്നറിയാമോ? സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ കൗണ്ടറിൽ ആൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇമിഗ്രേഷൻ കൗണ്ടറൊക്കെ അടച്ചിട്ടിരിക്കുക. അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട്. സാധാരണ മറ്റുള്ള വിമാനങ്ങൾക്കൊന്നും ഇമിഗ്രേഷനും പരിപാടികളൊന്നുമില്ല. ഇവിടെ ഇമിഗ്രേഷൻ ഉണ്ട്. എന്താല്ലേ, ഇമിഗ്രേഷൻ കൗണ്ടറിൽ അടച്ചിട്ടിരിക്കുക. ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇന്ന് രാത്രി 11 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് രാവിലെ 7 മണിക്കേ ഉള്ളൂ, തിരുവനന്തപുരത്തേക്ക് തന്നെ. പിന്നെ ഇസ്താൻബുൾ, ലണ്ടൻ, കിസിനാവും. ചടച്ചെന്ന് പറഞ്ഞാൽ ചടച്ച് 1 മണിക്കൂറാണ് നിർത്തി ഗൈസ്. അതായത് നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റാണേ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്ന ഫ്ലൈറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആകെ 3/4 മണിക്കൂറേ ഉള്ളൂ. അതിനോട് അടുത്താണല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് പുറപ്പെട്ടതിന് ശേഷമാണ് ഇവരിവിടെ ഇമിഗ്രേഷൻ തുടങ്ങിയത്. ഇല്ലാന്നുകൊണ്ട് ഇമിഗ്രേഷൻ ചെയ്ത ആൾക്കാരെ എക്സിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഫ്ലൈറ്റ് വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. മേ ബി അതായിരിക്കാം. ചെറിയൊരു ഏരിയ ആണ്. ഇവിടെ നിന്നാകെ നമ്മുടെ ഈ ഒരു വിമാനം മാത്രമേ ഉള്ളൂ ഇന്ന് ഇൻ്റർനാഷണൽ പോകുന്നത്. ബാക്കിയെല്ലാം ഡൊമസ്റ്റിക് യൂറോപ്പിനുള്ളിൽ. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുള്ളിൽ ഏത് രാജ്യത്ത് പോയാലും ഡൊമസ്റ്റിക് ആണല്ലോ. യൂറോപ്പിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ, ശെങ്കൻ ഏരിയയ്ക്ക് പുറത്തേക്ക് പോകുന്നത് മാത്രമേ ഇൻ്റർനാഷണലായിട്ട് കണക്ക് കൂട്ടുകയുള്ളൂ. അതായത് ഇപ്പം ഇറ്റലിയിൽ നിന്ന് പോളണ്ട് പോകുന്നതും ഇറ്റലിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡ് പോകുന്നതും ഫ്രാൻസ് പോകുന്നതൊക്കെ ഡൊമസ്റ്റിക്കാണ്. അതാണ് ശെങ്കൻ ഏരിയയുടെ ഗുണമെന്ന് പറയുന്നത്. ഇമിഗ്രേഷനോ പരിപാടികളോ കസ്റ്റംസ് റാൻഡം ചെക്കുകളൊക്കെ ഉണ്ടാവും. അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. എല്ലാവരും ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. നമ്മുടെ വിമാനം ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല. കാരണം ഫുള്ള് ഫോഗാണ്. ഫോഗ് കാരണം അത് ചുറ്റിക്കറങ്ങി ഇവിടെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുക. കുറേ നേരമായി. ശരിക്കും ഒരു കടലിനപ്പുറം ഇപ്പുറമാണ് നമ്മൾ. അങ്ങനെ ഫൈനലി ബോർഡിങ് തുടങ്ങി. എല്ലാവരും കൂടെ പോയി ക്യൂ നിൽപ്പുണ്ട്. എനിക്ക് നിന്ന് മടുത്ത് ഇനി ഞാൻ നിൽക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇനി എല്ലാവരും കയറി കഴിഞ്ഞാൽ അവസാനം കയറാം. സമയം 12 മണിയായി കേട്ടോ. ഇത് ആക്ച്വലി ഇവിടുന്ന് 11 മണിക്ക് പോകേണ്ട വിമാനമായിരുന്നു. ഇപ്പോൾ 12 മണിക്കാണ് ബോർഡിങ് തുടങ്ങിയത്. ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിനും 12:30 ആവും. 1.5 മണിക്കൂർ വൈകി. ഞാനിവിടെ ഈ എയർപോർട്ടിൽ ട്രാൻസിറ്റ് ചെയ്യാൻ വന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 4 മണിക്കൂറായി. ഈ കാണുന്നതാണ് ഇമിഗ്രേഷൻ കൗണ്ടർ. അതൊക്കെ അടച്ചിട്ട് അവർ പോയി, എല്ലാവരും പോയി. എയറോ ബ്രിഡ്ജ് കണക്ടറാണ്. എയറോ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി നമ്മൾ വീണ്ടും പോയി സ്റ്റെപ്പ് കയറി വിമാനത്തിൽ കയറണം. അങ്ങനെയാണ് പരിപാടി. ഈ വിമാനം ലേറ്റായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഒരുത്തൻ അവിടെ ഒന്ന് ഷർട്ട് വലിക്കുന്ന എയർപോർട്ടിനകത്ത്. എൻ്റെ പൊന്നെ, സമ്മതിക്കണം അവൻ്റെ ധൈര്യം. അയ്യോ കൊള്ളാം. അപ്പോൾ കോടമഞ്ഞാണ്, കണ്ടില്ലേ? കോടമഞ്ഞ്. ഈ കോടമഞ്ഞ് കാരണമാണ് ഈ ഫ്ലൈറ്റ്സ് ഡിലേ ആവുന്നത്. പിന്നെ ടെക്നിക്കൽ പ്രശ്നങ്ങളും ബാക്കിയുള്ള പല പരിപാടികളും മറ്റുമൊക്കെ ഇഷ്ടം പോലെ സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ നമുക്ക് വിമാനം ഡിലേ ആയതെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ബഹളം ഉണ്ടാക്കാനോ അടി ഉണ്ടാക്കാനോ ഒന്നും പാടില്ല. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എയർബസ് A321 ബ്രാൻഡ് ന്യൂ വിമാനമാണ് ഈ കാണുന്നത്. ഒരു പുത്തൻ വിമാനം. എയർപോർട്ടിലൊക്കെ ഫുള്ള് കോട കേട്ടോ. എല്ലായിടത്തും കോട ഒക്കെ ആയിട്ട് തണുപ്പ് കുറവുണ്ട്. നമ്മൾ പോളണ്ടിലുണ്ടായിരുന്ന അത്ര തണുപ്പില്ല. ബാരി എയർപോർട്ടിൽ നിന്നും തണുപ്പത്ത് മൂടൽ മഞ്ഞ് നിൽക്കുന്ന തണുപ്പത്ത് ഈ വിമാനം കുറേ ചുറ്റിക്കറങ്ങി കേട്ടോ വന്ന് ലാൻഡ് ചെയ്തത്. കുറേ ചുറ്റിക്കറങ്ങി അവിടെ ഇവിടെയൊക്കെ കറങ്ങി പതുക്കെയാണ് വന്ന് ലാൻഡ് ചെയ്തത്. ഒന്നും കാണുന്നില്ല, കണ്ടില്ലേ? ഈ മൂടൽ മഞ്ഞിൻ്റെ സമയത്ത് ഈ വിമാനമൊക്കെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഇവരെ സമ്മതിക്കണം. അങ്ങനെ വിമാനത്തിൽ കയറിയ സുഹൃത്തുക്കളെ, കോടമഞ്ഞ് മൂടിയ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിലേക്ക് തണുപ്പത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്.
ഇവരുടെ സീറ്റൊക്കെ ഭയങ്കര ഒരു സ്പെഷ്യൽ സീറ്റാണല്ലേ. റിക്കാറോ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എനിക്കത് സീറ്റിൻ്റെ ബ്രാൻഡ് വല്ലതായിരിക്കും. എല്ലാം നീറ്റാണ്, ക്ലീനാണ്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് ഉണ്ട്, നമ്മുടെ ഇൻഡിഗോ ഒക്കെ പോലെ തന്നെ. പക്ഷേ ഇത് സീറ്റ് നമുക്ക് ചാനാനൊന്നും പറ്റത്തില്ല. പുഷ് ബാക്ക് പരിപാടികളൊന്നുമില്ല. പിന്നെ പറഞ്ഞില്ല, ഈ ഒരു ഇത് കുറവാണ്. പിന്നെ ചെറിയ ഹാൻഡ് റെസ്റ്റാണ്. വളരെ ബഡ്ജറ്റായിട്ടുള്ള എയർലൈൻ. എന്ത് ചെയ്യണമെങ്കിലും പൈസയാണ് ഇതിനകത്ത്. അതായത് സീറ്റ് സെലക്ട് ചെയ്യാൻ പൈസ, ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്തില്ലേ പൈസ, നമ്മുടെ സാധാരണ ടിക്കറ്റ് ചാർജിൽ ഇങ്ങനൊരു ബാഗ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വിമാനത്തിനുള്ളിൽ ട്രോളി കൊണ്ടുപോകണമെങ്കിൽ വേറെ പൈസ, ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ വേറെ പൈസ, അതായത് ചെക്ക് ഇൻ ബാഗ് കൊടുക്കണമെങ്കിൽ വേറെ പൈസ. 1000 രൂപയുടെ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള പെട്ടി ഉണ്ടെങ്കിൽ 2000 രൂപ. അതാണ് സംഭവം. എന്തായാലും ഒരു പുതുപുത്തൻ വിമാനമാണിത്, പുതുപുത്തൻ വിമാനം. So we are happy we found the window. We were able to land in Bari, bring the passenger from Tirana and bring you back to Tirana. Weather in Tirana is slightly better than here. Flight time to Tirana 35 minutes. 35 മിനിറ്റേ ഉള്ളൂ. We are expecting some fog as well and temperature of 8 degrees Celsius. അങ്ങനെ 12 മണിക്ക് എത്തണം. ഞാൻ 2 മണിക്കാണ് നമ്മൾ അൽബേനിയ എത്തുന്നത്. ഇന്നത്തെ യാത്ര എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ്. കുറച്ച് ദൂരം അപ്പുറത്ത്, ഒരു കടലിൻ്റെ അപ്പുറത്ത് മൊത്തം കോടയായിരുന്നെങ്കിൽ ഇവിടെ കണ്ട, ഇവിടെ കോടയൊന്നുമില്ല. നല്ല ക്ലിയർ വെതർ, നല്ല വെതറുള്ള, നല്ല സ്കൈ ഉള്ള, നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ അൽബേനിയയിലെത്തി. 3ാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഞാനിവിടെ അൽബേനിയ വരുന്നത്. ഫസ്റ്റ് ടൈം ഞാനും ഫാസ്റ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്നു. സെക്കൻഡ് ടൈം ഞാനിവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റായിട്ട് വന്നു. തേർഡ് ടൈം ഇപ്പോൾ ഞാൻ വരുന്നു. അപ്പോൾ ഇപ്പോൾ ഫാസിൽ ഇവിടെ പുറത്തുണ്ട്, ഫാസിലും ഷഫാഫും പുറത്തുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നാളെ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് മറ്റന്നാളെ ഞങ്ങൾ സൈപ്രസിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. 12 മണിക്ക് എത്തണ്ട. ഞാൻ ഇപ്പോൾ 2 മണിയായി എത്തിയിട്ട്. ഞാൻ ആക്ച്വലി ഫ്ലൈറ്റിൽ ഞാൻ ഉറങ്ങിപ്പോയി. 1/2 മണിക്കൂർ 30 to 40 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞതേ ഇല്ല. കയറി ഇരുന്നതും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ എണീറ്റത്. അൽബേനിയ ഈസ് ആക്ച്വലി നൈസ് പ്ലേസ്. ഇത് ഷെങ്കനിലുള്ളതല്ല, യൂറോപ്യൻ യൂണിയനിൽ കയറിയിട്ടില്ല, പക്ഷേ ഉടനെ യൂറോപ്യൻ യൂണിയനിൽ കയറുമെന്ന് പറയപ്പെടുന്ന ഒരു രാജ്യമാണ്. യാത്ര ചെയ്യാനൊക്കെ നല്ല ഒരു യൂറോപ്പ് വൈബൊക്കെ ഉള്ള ഒരു കിട്ടുന്ന സ്ഥലമാണ്. ബാൽക്കൻ രാജ്യമാണ്. നമുക്ക് ഷെങ്കൻ മൾട്ടിപ്പിൾ എൻട്രി വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ വേറെ പ്രത്യേകിച്ച് വിസയൊന്നും എടുക്കണ്ട. അതേപോലെ UK വിസ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് വേറെ പ്രത്യേകിച്ച് വിസയൊന്നും എടുക്കണ്ട. പിന്നെ US ഉള്ളവർക്കും ഇവിടെ വരാൻ വേറെ പ്രത്യേകിച്ച് വിസയൊന്നും വേണ്ട. പിന്നെ UAE 10 വർഷത്തെ റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ വിസ ഉള്ള ആളുകൾക്കും ഇവിടെ വരാനായിട്ട് വേറെ പ്രത്യേകിച്ച് വിസയൊന്നും എടുക്കണ്ട. സോ അൽബേനിയ ഈസ് ആക്ച്വലി വിസ ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും വിസ ഉള്ള ആളുകൾക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ വിസ എടുക്കണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ് ഇവിടുത്തെ വിസ കിട്ടുക എന്നുള്ളത്. ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് വിസ എടുക്കുക എന്നുള്ളത്. കാരണം നമുക്കറിയാം, നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻസിനൊക്കെ വിസ എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റുഡൻസിന് തന്നെ വിസ എടുക്കാൻ കുറേ ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ തന്നെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇവിടെ യൂഷ്വലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു യാത്ര ചെയ്യാൻ പറ്റുന്ന, കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. എൻ്റെ പെട്ടി ഇവിടെ വന്ന് കിടക്കായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഞാനത് അവിടെ വെറുതെ ഞാനവിടെ കാത്തു നിന്ന്. പെട്ടി അവിടെ വന്ന് കിടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല ഗൈസ്. എന്തൊരവസ്ഥ. 2 മണിയായി. എനിക്കവിടെ നല്ല വിശപ്പുണ്ട്. ഷഫാഫോ ഫാസിലോ ആരെങ്കിലുമൊക്കെ അവിടെ പുറത്തുണ്ടാവും. ഇവിടെ നിൽപ്പുണ്ടല്ലോ, എവിടെ കാണുന്നില്ലല്ലോ ഗൈസ്. ഹലോ ബായ്, നമസ്കാരം. സുഖല്ലേ? ഉറക്കം വന്ന് കണ്ണൊക്കെ കലങ്ങിയിരിക്കാണല്ലോ. അല്ലേ? ഞാൻ അവിടെ പെട്ടി കാത്ത് അവിടെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ ഈ സാധനം മൂവ് ചെയ്യണ്ടേ? ഇത് മൂവ് ചെയ്യുന്നില്ല. കുറച്ച് ഞാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് ആരാണ്ട് പെട്ടി എടുത്തുകൊണ്ട് പോകുന്നു. നോക്കിയപ്പോൾ ഇത് ഓൾറെഡി അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ വെറുതെ 3-4 മിനിറ്റ് അവിടെ ഇരുന്ന് പെട്ടി 5 മിനിറ്റ് 2 മണിക്കൂർ ലേറ്റ് ആയി. നിങ്ങളായിരുന്നോ പൈലറ്റ്? പെട്ടെന്ന് എത്തിയില്ലേ? 55 മിനിറ്റ് കാണിച്ച് 30 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞേ. 30 മിനിറ്റേ ഉള്ളൂ. അൽബേനിയ എയർപോർട്ട്, തിരാന എയർപോർട്ടാണ് ഈ കാണുന്നത്. ചെറിയ എയർപോർട്ടാണെങ്കിൽ ഇപ്പോൾ ഇത് അടിപൊളിയാക്കി ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ രാത്രി ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഇനി രാവിലെ ഫ്ലൈറ്റ് ഉള്ളൂ. ഉണ്ടല്ലേ? ഇത്രയും ഭാഗത്തെന്തോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നവർ കറണ്ട് കട്ടായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഫസ്റ്റ് അൽബേനിയ വരുമ്പോൾ
ഒരു പട്ടിക്കൂടായിരുന്നു ഇത് അല്ലേ? ഇപ്പൊ ഇത് മൊത്തം മാറി. പിന്നെ എന്നാ ഉണ്ട്? മഹാലക്ഷ്മി അല്ലേ ഇവിടെ കാലുത്തിയത്? അതെ 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 അതെ. എത്ര ദിവസമായി നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട്? ഞങ്ങൾ 10-20 ദിവസമായി. 10 ദിവസമായി. 10 ദിവസമായിട്ട് അൽബേനിയ മൊത്തം പഠിച്ചെന്ന് തോന്നുന്നു. ഡ്രൈവ് ചെയ്യാൻ മാപ്പ് ഒന്നും വേണ്ട, ഗൂഗിൾ മാപ്പ് വേണ്ട. പറയ്. 3 മാസമായി. നീയോ? 20 ദിവസമല്ല, 3 മാസം ഓഗസ്റ്റ് മുതൽ ഇവിടെ. നമ്മുടെ കുട്ടികളെല്ലാം വന്നോ? ഒരു ഓൾമോസ്റ്റ് എല്ലാരും വന്നോണ്ടിരിക്കുന്നു, സെറ്റിലായി. ഡോക്ടർ ഷഫാഫാണ് പിള്ളേരെല്ലാരെയും ഹാൻഡിൽ ചെയ്യുന്നത്. ഡോക്ടർ ഷഫാഫാണ് ഇവിടത്തെ രക്ഷാധികാരി അല്ലേ? അച്ഛനൊക്കെ എന്താ പറയുന്നു? അച്ഛനെ കാണാൻ പറ്റുമോ നാളെ? അച്ഛനൊക്കെ ഫുള്ള് തിരക്കാ. അച്ഛനെ കാണണം. നമ്മളിപ്പോ ഇവിടുന്ന് തിരാന സെന്ററിൽ എവിടെയെങ്കിലും പോയിട്ട് ഇന്ന് ഇവിടെ റൂമിൽ കയറി താമസിച്ച് കിടന്നുറങ്ങി. നാളെ ബാക്കി. നല്ല ടയർഡാട്ടോ. ഞാൻ കിടന്ന ആ സെക്കൻഡ് ഉറങ്ങി പോവേ. ഒരു മണിക്കൂർ എടുക്കുന്ന ഫ്ലൈറ്റ് 30 minutes കൊണ്ട് എത്തിയാലോ ഭാര്യ. അതാണ് പെട്ടെന്ന് എത്തിച്ചില്ലേ? പെട്ടെന്ന് എത്തിച്ച്. കോടമഞ്ഞ് നോക്കി, കോടമഞ്ഞ് ഇവിടെ ഫുള്ള് കോട മൂടി നിൽക്കുകയാണ്. എയർപോർട്ടിൽ കോടമഞ്ഞില്ലായിരുന്നു, ഫോഗ് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ റോഡിലൊക്കെ മൊത്തം ഫോഗാണ്. നോക്കി, അടിപൊളി. പേടിയോ? എന്തിനു പേടി? എത്ര റൂമുണ്ട് ഇവിടെ? ഒരു ബെഡ്റൂം, അയ്യോ ഒരു ഹാള്. അടിപൊളിയാണല്ലോ. അത്യാവശ്യം എന്തെങ്കിലും ഞാൻ നേരത്തെ വിചാരിച്ചത് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം, അരിയാക്കാൻ വിചാരിച്ചത്. നാളെ ചെയ്യാൻ വേണമെങ്കിൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. നെക്സ്റ്റ് ഡേ രാവിലെ അല്ല, ഇന്നലെ രാത്രി ഫ്ലൈറ്റെല്ലാം ലേറ്റായിട്ട് വന്ന് കിടന്നുറങ്ങിയപ്പോഴത്തേക്കിനും 3:30 മണിയായി. ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങിയപ്പോഴത്തേക്കിനും കിടന്നുറങ്ങി എണീറ്റ്. ഇതൊരു എയർ ബി എൻ ബി ആണ്. ഫാസിൽ ബ്രോ ഒക്കെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള അവരിവിടെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ വീടൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ മലയാളികളാണ് ഇപ്പോൾ അൽബേനിയയിലേക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ, നമ്മുടെ കുട്ടികൾ കുറേ പേര് വന്നിട്ടുണ്ട്. അത് MBBS മാത്രമല്ല, പല കോഴ്സുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ കാര്യങ്ങൾ നോക്കാനും മറ്റുമൊക്കെ ആയിട്ട് വി നീഡ് സമ്മൺ, റൈറ്റ്? സോ ഷഫാഫും ഫാസിൽ ബ്രോയൊക്കെ ആയിരിക്കും അതൊക്കെ മാനേജ് ചെയ്യുന്നത്. സോ ഷഫാഫാണ് ഇവിടുത്തെ അൽബേനിയയുടെ ഇൻചാർജ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ബേസിക്കലി അൽബേനിയ ഇപ്പം കാര്യമായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ കുട്ടികൾ വരുന്നുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ല സാധ്യതകളുള്ള ഒരു രാജ്യമാണ് അൽബേനിയ. ഇനി ഫ്യൂച്ചറിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറാൻ പോകുന്ന രാജ്യമാണ്. വളരെ അഫോർഡബിളായിട്ട് നമുക്ക് പല കോഴ്സുകളും പഠിക്കാൻ പറ്റും, പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല സാധ്യതകളും ഇപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോൾ അൽബേനിയയിലുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന എയർ ബി എൻ ബി. അപ്പോൾ നമ്മൾ ഈ എയർ ബി എൻ ബികളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഞാനിപ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം ഞാനും ഇതുപോലെ ഒരു ഹോം സ്റ്റേ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കും. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തണുപ്പായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു AC ഉണ്ട്. AC-യിൽ നമുക്ക് തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ചൂടും കൂടെ വരുന്നതുകൊണ്ടാണ് AC വെച്ചിരിക്കുന്നത്. എക്സ്ട്രീം ഓവർ തണുപ്പുള്ള ഒരു രാജ്യമല്ല ഇത്. പിന്നെ ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാമല്ലേ? എനിക്ക് തോന്നുന്നു മറ്റേ MDF പോലെയുള്ള എന്തോ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്താണ്. പക്ഷേ ആ ഒരു ഡിസൈൻ ഈസ് റിയലി നൈസ്. നോ, ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇച്ചിരി ഡേഞ്ചറാണ്. വീട്ടിലൊക്കെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് സിംഗിൾ ഗ്ലാസ് ആട്ടോ. സിംഗിൾ ഗ്ലാസ് ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു വാർഡ്രോബിൻ്റെ ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. പിന്നെ എല്ലാം വളരെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീടാണെന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ ഈ കട്ടിലാണെങ്കിലും ഈ സൈഡ് ടേബിൾ ആണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തതാണ്. പക്ഷേ എയർ ബി എൻ ബിസ് ഒക്കെ കൂടുതലും ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ എയർ ബി എൻ ബി നമ്മുടെ സ്വന്തം വീട് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആവും. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ പുറത്ത് എന്താ അവസ്ഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തണുപ്പില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും തണുപ്പുണ്ട്. ഇത് കൊള്ളാമല്ല പരിപാടി. ഇതെന്താ ഇത് എന്തെങ്കിലും കിട്ട് വെക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇത് തകരമല്ല, ഇതിങ്ങനെ ആടി പോകും. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇതിൻ്റെ മേളിൽ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാമല്ലോ. ഇവിടെ ആളുകൾക്ക് വന്നിരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ്. ഈ തണുപ്പത്ത് എങ്ങനെയാണോ ഈ ചെടിയൊക്കെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത്? ചിലപ്പോൾ നിൽക്കുമായിരിക്കും. ഇവിടെ ഒരു ഫ്ലാറ്റാണ് ബേസിക്കലി. ഇത് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഫിക്സഡ് ആണ്, അത് മാറ്റാൻ പറ്റത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കാണാമായിരുന്നു. പിന്നെ ഇവിടെ തുണിയൊക്കെ ഉണക്കിയിടുന്നതിന് വേണ്ടിയുള്ള അയയൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം അല്ലേ? ചെറിയൊരു കുഞ്ഞി ബാൽക്കണിയാണ്, വലിയ സ്പേസ് ഒന്നുമില്ല. ചെറിയൊരു ബാൽക്കണി, കുഞ്ഞു ബാൽക്കണി, ചെറുത്. പക്ഷെ ഉള്ള സാധനങ്ങൾ വെച്ച്
അവരവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാല് മരവിച്ച്. പിന്നെ വൈറ്റ് ടവൽ വെച്ചിട്ടുണ്ട്. വൈറ്റ് ടവലാണ് പൊതുവേ ഒരു സ്റ്റാൻഡേർഡ്. അത് എയർബിഎൻബി ആണെങ്കിലും ഹോട്ടലാണെങ്കിലും എല്ലാം വൈറ്റ് ടവൽസ് തന്നെയാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീനും ഡ്രയറും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യാത്രകൾക്കിടയിൽ തുണി അലക്കണമെന്നുണ്ടെങ്കിൽ തുണി അലക്കാം, അതിന് വേണ്ടിയുള്ള സൗകര്യം. പിന്നെ ഇതൊരു അലമാര. പിന്നെ ഇത് കോമൺ ബാത്റൂമാണ്. അല്ല, ഒരു ബെഡ്റൂമേ ഉള്ളല്ലോ, അപ്പോൾ ഒരു ബാത്റൂം. അതിവിടെ ഇങ്ങനെ പുറത്തായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വലിയൊരു വാട്ടർ ഹീറ്റർ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ആ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് വീണ്ടും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മളൊരു ഹോട്ടലിലോ റൂമിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ചൂടുവെള്ളം എനി ടൈം കിട്ടണം. അപ്പം കുളിക്കാൻ വാട്ടർ ഓണാക്കി ഹീറ്റർ ഓണാക്കി നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സമയമൊന്നും ഉണ്ടാവില്ല. സോ എനി ടൈം ചൂടുവെള്ളം കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കിനും ഈ കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്ക് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഇപ്പോൾ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഞാൻ അങ്ങനെ ഒരു ഹീറ്റ് പമ്പ് വെക്കാനുള്ള ഒരു പ്ലാനിലാണ്. അത് കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റായിട്ട് വെള്ളം കിട്ടുന്ന ഹോട്ടലുകളിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹീറ്റ് പമ്പ്. സോ അതാണ് സംഭവം. സോറി ഗൈസ്, ഇവിടെ കുറച്ച് അലമാണ്. ഞാൻ പെട്ടി വെക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മേളിലെടുത്ത് വെച്ച് ഇത്ര സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് ഞാൻ തിരിച്ചെടുത്ത് വെച്ചിട്ടില്ല. പക്ഷേ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും അതെല്ലാം റെഡിയാക്കി വയ്ക്കും. സോ അതായത് നമ്മൾ കണ്ട ബാൽക്കണി. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ, വായിക്കാനായിട്ടൊരു ഗിറ്റാർ വെച്ചിട്ടുണ്ട്. നശിപ്പിച്ച് കഴിഞ്ഞാൽ എയർബിഎൻബിനെ കാട്ടി റേറ്റ് വരും ആ ഒരു ഗിറ്റാറിന്. പിന്നെ ഇവിടെ ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. ഈ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഉള്ള കിച്ചൺ അല്ല. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചൂടാക്കി കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇലക്ട്രിക് സാധനം ഇവിടെയുണ്ട്. അതാണ് ഇലക്ട്രിക് ഒരു സ്റ്റൗ ഇവിടെയുണ്ട്. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഒരു വലിയ ഒരു റെഫ്രിജറേറ്റർ തന്നെയുണ്ട്. ശരിക്കും ദാറ്റ്സ് റിയലി നൈസ്. എൻ്റെ വീട്ടിലുള്ള പോലത്തെ റെഫ്രിജറേറ്റർ. എനിക്കൊന്ന് എൻ്റെ വീട്ടിലൂടെ ഒരു ഡിസ്പ്ലേയും ഉണ്ട്, അതുപോലത്തെ റെഫ്രിജറേറ്ററാണിത്. സോ അതാണ് സംഭവം. ഇതാണ് ഇവിടെ ഉള്ളത്. കൊള്ളാം. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസ്, പിന്നെ കട്ട്ലറീസ്, ക്രോക്കറീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെയും പല പല സാധനങ്ങളും അവിടെ ഉണ്ടാവും. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഹോളിഡേ സീസണിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരികയായിരിക്കും കൂടിപ്പോയാൽ എന്തെങ്കിലുമൊക്കെ തന്നെ. അല്ലേ പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടൊന്ന് ചൂടാക്കാനോ അങ്ങനെയുള്ള പർപ്പസുകൾക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള കിച്ചൺ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്കിവിടെ വരുമ്പോൾ ഇവിടെ ഒരു പള്ളി. ഈ അൽബേനിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക്സും അതേപോലെ തന്നെ മുസ്ലിംസും ഇവർ രണ്ടും ഓൾമോസ്റ്റ് ഹാഫ് ആണെന്ന് തോന്നുന്നു അല്ലേ? 75% മുസ്ലിംസ് ആണ്. ശരി, ഓക്കെ. 25-30% കാത്തലിക്സ്. പക്ഷേ ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ സെലിബ്രേഷൻ ആണ്. ഇന്ന് മുതൽ ഇവിടെ ഫുൾ ഹോളിഡേ ആണ്. ഇത് ജനുവരി 6-ാം തീയതി 7-ാം തീയതി വരെ മൊത്തം ഹോളിഡേ ആണ്. എല്ലാ സംഭവങ്ങളും അവധിയായിരിക്കും. സോ അങ്ങനത്തെ ഒരു രാജ്യമാണ്, ഒരു മിക്സഡ് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. അവർ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ അല്ല, അവർ പറയുന്നത് വി ഓൾ ആർ അൽബേനിയൻസ് എന്നാണ് പറയുന്നത്. അതെ അതെ. മുസ്ലിംസ് ക്രിസ്ത്യൻസ് ഒന്നും പറയില്ല. അവധി മൊത്തത്തിൽ എല്ലായിടത്തും കോമൺ അല്ലേ അവധി? അല്ലേ? ഫുൾ എല്ലാ സ്ഥാപനങ്ങളും, അതായത് മുസ്ലിം സ്ഥാപനങ്ങളാണെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം ഒരു പാറ്റേണിലാണ് അവധിയും ബാക്കിയുള്ള പരിപാടികളൊക്കെ പോകുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ എക്സ്ട്രീം തണുപ്പ് വരാത്തൊരു സ്ഥലമാണ്. വലിയ തണുപ്പ് വരത്തില്ല, അങ്ങനെ സ്നോഫോളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം തന്നെ ആണെങ്കിലും പുറത്ത് ഒരു 10 to 15 ഡിഗ്രി സെൽഷ്യസ്. ഇത് നമ്മുടെ സഫാഫ് അല്ലേ? മലയാളികളൊക്കെ റോഡ് സൈഡിൽ കൂടെ പോകുന്ന കാണാം. കയറിക്ക. അത് ശരി, എന്താല്ലേ ഇഷ്ടംപോലെ മലയാളികൾ ഇങ്ങനെ റോഡ് സൈഡിലൂടെ നടക്കുന്നത് കാണാൻ പറ്റും. അത് ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക്. എവിടെ പോയി? ജസ്റ്റ് റീചാർജ് ചെയ്യാം മൊബൈല്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ കാത്തലിക് യൂണിവേഴ്സിറ്റി. അച്ഛനെ കാണണം. അച്ഛനോട് വലിയൊരു നന്ദി പറയാനുണ്ട്. എന്താണെന്നറിയോ? അച്ഛൻ്റെ കൂടെ ചെയ്ത് തുടങ്ങിയ പോഡ്കാസ്റ്റ് ഭയങ്കര രാശിയായിരുന്നു. അവിടെ അച്ഛൻ്റെ കൂടെ അല്ലേ പോഡ്കാസ്റ്റ് തുടങ്ങിയത്? ഫുൾ ക്രിസ്മസ് വൈബാണല്ലോ. അടിപൊളി. ഇവിടെ പുൽക്കൂടല്ലേ ഇത്? യെസ്, പുൽക്കൂട് വേറെ ഉണ്ട്. അടിപൊളി. പിന്നെ മാസം നാട്ടിലായിരുന്നു, ഫുഡടിയായിരുന്നു. അച്ഛൻ പോയിട്ട് തിരിച്ചു വരുമ്പോ അച്ഛൻ അറിയാം നമ്മള് അവിടെ പോയിട്ട് നല്ല ഫുഡ് കഴിക്കും, നല്ല ബീഫും അതും ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സുഖല്ലേ? അച്ഛനോട് വലിയൊരു നന്ദി പറയാനുണ്ട്. എന്താ അറിയാമോ? നമ്മൾ അന്ന് ഇവിടെ ഇരുന്ന് പോഡ്കാസ്റ്റ് എടുത്തില്ലേ? അത് ഭയങ്കര രാശിയായിരുന്നു. എന്നിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് ഒത്തിരി പേര് ഞാൻ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ തുടങ്ങിയത് നമ്മളിവിടെ പോഡ്കാസ്റ്റ് തുടങ്ങിയത്. അതെ, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒരു നന്ദി അച്ഛനോടുണ്ട്. ഇവിടെ വന്നിട്ട് പിള്ളേരെല്ലാം ഹാപ്പിയാ. അവര് ഉദ്ദേശിച്ചതിനേക്കാളും സർവീസാണ് അവര് പറയാറുണ്ട്.
പിന്നെ എന്താണ് ക്രിസ്മസിന് നാട്ടിൽ പോകണല്ലേ? ക്രിസ്മസ് ആണ് PhD തീർക്കണം. അപ്പൊ അതിനുവേണ്ടി മെയിനായിട്ട് പോകുന്നത്. എന്തിനാ PhD ചെയ്യുന്നത്? ബിസിനസ് മാനേജ്മെന്റ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ പല സാധനങ്ങൾ ഇങ്ങനെ ഐക്യയിലൊക്കെ കാണുന്ന പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് പ്ലേറ്റിൽ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് ബില്ല് ചെയ്ത് കഴിക്കാം. അതാണ് പരിപാടി. ഇവരുടെ ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ അടിപൊളി ഫുഡാണ്. നല്ല തിരക്കാണ് ഇവിടെ. നോക്കി ഇത് തിരക്കാന്ന് നോക്കിയ റെസ്റ്റോറൻറ്റിൽ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച ഫുഡ്. ഇത് ചിക്കൻ വിത്ത് എന്താ ഗ്രേവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഗ്രേവിയാണെന്ന് അറിയില്ല. എന്താ സാധനം? ചീസാണോ? അല്ല, കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അതും ചിക്കൻ. ഇത് നമ്മുടെ പരിപ്പ് കറി പോലത്തെ സാധനം, പരിപ്പിൻ്റെ ലെൻറ്റിൽ സൂപ്പ്. ഇതൊരു റൈസ്, നല്ല ടേസ്റ്റാണത്. ഇത് സാൽമൺ, പിന്നെ അതൊരു സൂപ്പ്, പിന്നെ തൈര്, പിന്നെ പച്ചക്കറി. ഇതാണ് നമ്മുടെ ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് അല്ലേ? ഹെൽത്തി പ്രോട്ടീനും കാർബും എല്ലാം ഉണ്ട്. 2 വിമാനങ്ങൾ നേർക്ക് നേരെ ഉമ്മ വയ്ക്കാൻ പോകുന്നത് കണ്ടോ? നോക്കി കണ്ടോ? 2 വിമാനങ്ങൾ, ഒന്ന് സൈഡിൽ കൂടെ പോകുന്നു, ഒന്ന് താഴെ കൂടെ പോകുന്നു, ഒന്ന് മേളിൽ കൂടെ വരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് വന്ന് അയ്യോ വയറ് ചാടി ബ്രോ. ആ തിന്നിട്ടല്ലേ? ഈ വയറ് ചാടാൻ ചെയ്യാം. മുടി കൊഴിയാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് ഏകദേശം കഷണ്ടിയായി. ഇത് ഞാൻ വല്ല ചോദിക്കണോ? പറയണോ? വെറുതെ ചളി അടിക്കരുത് കേട്ടോ. ഹലോ ഗൈസ്, നെക്സ്റ്റ് ഡേ നമ്മൾ ഇവിടുത്തെ പരിപാടികളും വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ സൈപ്രസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. നമ്മൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് ചെക്കൗട്ടൊന്നും ചെയ്യാനില്ല. ചാവി അവിടെ വെക്കേണ്ടേ? എല്ലാം എടുത്തല്ലോ അല്ലേ? യെസ്. നമ്മൾ ഒരുമിച്ച് പോകുന്ന എത്രാമത്തെ രാജ്യമാണെന്ന് അറിയുമോ? കൗണ്ട് ഉണ്ടോ? എൻ്റെ 91ാമത്തെ രാജ്യമാണ്. 91 സൈപ്രസ്. നമ്മള് സ്കോട്ട്ലാൻഡ് വൈൽസ് കൂട്ടണോ? അത് വേണ്ട, അത് രാജ്യമല്ല. അത് വിട്ടു. അത് പണ്ട് കൂട്ടുമായിരുന്നു, ഇപ്പൊ രാജ്യമായിട്ട് കൂട്ടത്തില്ല. ഓർമ്മയില്ല, സത്യം പറയാം ഓർമ്മയില്ല. അവിടെയൊക്കെ എത്ര ദിവസം പോയിട്ടുണ്ട്. എന്നിട്ട് 15 രാജ്യം പോയിട്ടില്ലേ? അതിന് മേളിൽ പോയിട്ടുണ്ടാവും. 15-20 രാജ്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അത് സഹീർ ഭായി ആയിട്ടായിരുന്നു അതിന് മുമ്പ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ പണ്ട് നമ്മള് കൺട്രി കൂട്ടാൻ വേണ്ടിട്ടേ വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് ഒക്കെ നമ്മൾ പറയുമായിരുന്നു രാജ്യം കൂട്ടാൻ വേണ്ടി. ഇപ്പം നമുക്ക് അതൊന്നും പറയണ്ടല്ലോ. ഇപ്പം ഞാൻ 90 നിങ്ങൾ എത്രയായി? വയസ്സാണോ? അല്ല, രാജ്യം, കൺട്രി 22. ഒരു ഓൾ യൂറോപ്പ് പര്യടനം അടിച്ചു. അപ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും. ഷെഫാഫ് എവിടെ? സാർ ഇതാന്ന് പറയുക. ഇതെന്ത് ചെയ്യണം? ചാവി നിന്നോടല്ലേ ഫോൺ വിളിച്ച് ചോദിച്ചത്? അതൊന്നും കണ്ടൊന്നുമില്ല. അതിനെ കൊണ്ട് വെച്ചിട്ട് പോണത്. ചാവി മേളി വെക്കണമായിരുന്നു. അവനോട് ചോദിച്ചപ്പോ എത്ര നേരമായിട്ട് വിളിച്ച്. വിന്റർ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ വലിയ പെട്ടിയൊക്കെ, വിന്റർ ഇല്ലാന്നുണ്ടെങ്കിൽ, വിന്ററിലുള്ള സമയമാണെങ്കിൽ ഈ വലിയ പെട്ടി അങ്ങനെ സാധനങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ചെറിയ പെട്ടിയും കൊണ്ട് നടക്കാം. വിന്റർ സമയത്ത് ജാക്കറ്റും സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത് കഷ്ടമല്ലേ? ട്രഡീഷണൽ ഫുഡ് എന്തെന്ന്? അപ്പോളോണിയ ബേക്കറി ആൻഡ് കോഫി. ഇവിടെ മറ്റേ പരിപാടിയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കുക, വരിക, ബില്ല് ചെയ്യുക, കഴിക്കുക. ഇഷ്ടംപോലെ പച്ചക്കറിയുണ്ട്, സലാഡ്, അത് ഇത് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ അല്ലേ അത്? അത് ഇവരുടെ ഒരു മെയിൻ ഡിഷാന്ന് തോന്നുന്നല്ലേ? അത് കൊള്ളാം, അടിപൊളി. ചീസാണ്. ഇവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. നിരത്തി വെച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം കൂടെ എടുത്തു. 1760 ലെക്ക്. ഇവിടെ ഫുഡ് അടിപൊളി കേട്ടോ. ചിക്കനും പാസ്തയും എല്ലാ സാധനങ്ങളും ഒരു മിക്സ്ഡ് സ്റ്റൈലാണ് അല്ലേ? അതൊരു ടർക്കിഷിൻ്റെയും ഇറ്റാലിയൻ്റെയും ഒക്കെ ഒരു മിക്സഡ് സ്റ്റൈൽ ഫുഡാണ്. നമുക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ ചോറൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ വെറുതെ നിന്നാലും ടേസ്റ്റാണ്. ചുമ്മാ നമ്മൾ പുലാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ. അങ്ങനെ ഷഫാഫ് നമ്മളോട് വിട പറഞ്ഞ് പോവുകയാണ്. ഷഫാഫെ, നീ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ നിന്നാണ് നിനക്ക് എൻ്റെ വക ഒരു പാരിതോഷികം അല്ലേ? അപ്പോൾ ശരി, സീ യു മാൻ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്കിനി റഷ്യൻ ട്രിപ്പ് അടിക്കണ്ടേ? ഓക്കെ, വാ. ഇന്ത്യ നോ ചൈന. ഇന്ത്യ സൂപ്പർ. ഒരു Indian. Super. യെസ്. തികയോ? പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാ. Scomo. Scomo. Okay. ഓക്കെ. Immune. യാ, താങ്ക് യു. നിങ്ങളെ താടി ഇഷ്ടപ്പെട്ടു. താടി ഇഷ്ടപ്പെട്ടു. താടി അല്ലേ?
King. ഷാരൂഖ് ഖാൻ ഷാരൂഖ് ഖാൻ Muslish. Say Turku. നോ No Turki. തുർക്കിഷിന്റെ പോലെ ഉണ്ട്. ആണോ? King. ബൈ. പുള്ളി എന്ത് ലുക്കല്ലേ? അങ്ങനല്ല, ഒരു പ്രത്യേക ഒരു മുഖമൊക്കെ. നല്ല പ്രായമുണ്ട് കേട്ടോ പുള്ളിക്ക്. ഒരു 70+ എന്തായാലും ഉണ്ടാവില്ലേ അല്ലേ? എന്തെന്നറിയാം, എന്നെ പൊക്കിയടിച്ച് ഒരു 100 ലക്ക് കൂടുതൽ ഞാൻ കൊടുത്തിരുന്നു. കൂടുതൽ കൊടുത്തായിരുന്നോ? ഞാൻ അതിന്റെ ബാലൻസിനെ വെയിറ്റ് ചെയ്ത്. ഓ ശരി, അതിനാണല്ലേ പൊക്കി അടിച്ചത്. സാരമില്ല, കുഴപ്പമില്ല. അങ്ങനെങ്കിലും പൊക്കി അടിക്കാൻ ആരെല്ലാം ഉണ്ടായല്ലോ. എല്ലാ എയർപോർട്ടുകളും ഇത് തന്നെ കേട്ടോ അവസ്ഥ. 13 കിലോമീറ്റർ പോകാനായിട്ട് 25 മിനിറ്റാണ് കാണിക്കുന്നത്. എനിക്ക് ചുമന്നിരിക്കുന്നുണ്ട്. ട്രാഫിക്കൊക്കെ ഫുള്ള്. എല്ലാ എയർപോർട്ടുകളിലേക്കുള്ള റോഡ് ഇവിടെയും കണക്കാണ്. പോളണ്ടിലും കണക്കായിരുന്നു, ഇവിടെയും കണക്കാണ്. അത് എയർപോർട്ട് പോക്ക് ദുരിതമാണ്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് തോന്നുന്നു. ടാക്സി ലൈനൊക്കെ ഉണ്ടല്ലേ? ഇന്റർനാഷണൽ പ്രോബ്ലം തോന്നുന്നു. ദുബായിലാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും എയർപോർട്ടിലെ പോക്ക് എയർപോർട്ടിലേക്കുള്ള പോക്ക് ശരിക്കും ഭയങ്കര സിമ്പിൾ ആക്കേണ്ടതാണ്. പക്ഷെ അത് വൻ ദുരിതമാണ്. മെട്രോ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. മെട്രോ ഉണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, സിമ്പിൾ ആണ് ഇവിടെ. നിങ്ങൾ ശരിക്കും ഈ രാജ്യത്ത് ഇപ്പൊ വന്നിട്ട് എത്ര ദിവസമായി? 20 ദിവസമോ? അതിന് മാത്രം പണി ഉണ്ടായിരുന്നു ഇവിടെ? സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നേ. എന്റെ ദൈവമേ. അപ്പൊ ഈ വണ്ടിയിലായിരുന്നു ഫുള്ള് കറക്കം. അപ്പൊ നമ്മൾ ഈ വണ്ടി ഇവിടെ ഇപ്പം റിട്ടേൺ ചെയ്യുന്നു. എയർപോർട്ടിലെത്തി, നമ്മൾ എയർപോർട്ടിൽ റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത രാജ്യത്ത് പോകുന്നു, അവിടെ വേറെ വണ്ടി എടുക്കുന്നു. എന്താല്ലേ? ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് അൽബേനിയ എയർപോർട്ടിൽ വരുന്നത്. ആ സമയത്ത് ഇതൊരു ചെറിയൊരു പട്ടിക്കൂട് പോലത്തെ സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് നല്ല വലിയ ഒരു എയർപോർട്ടായി മാറി. ഒരു പ്രത്യേക ഡിസൈനിലൊക്കെ ആയിട്ട് നല്ലൊരു കിടിലൻ സെറ്റപ്പാണ്. സോ ഫാസിൽ ബ്രോ വണ്ടി കൊണ്ട് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പെട്ടിയായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി വന്നു. ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള പല പല ക്രിസ്മസ് ഡെക്കറേഷൻസും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതുള്ള പരിപാടി. അങ്ങനെ നമ്മുടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബാഗ് ഡ്രോപ്പ് ചെയ്യണം. വിസ് എയർ ആക്ച്വലി ഇവിടെ നിന്ന് നമ്മൾ വിസ് എയറിൻ്റെ ഫ്ലൈറ്റിൽ തന്നെയാണ് പോകുന്നത്. വിസ് എയറിൻ്റെ ലർണാക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ലർണാക്ക എന്ന് പറയുന്നത് സൈപ്രസിൻ്റെ ക്യാപിറ്റലല്ല, സൈപ്രസിലെ മെയിൻ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലർണാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. സൈപ്രസിൻ്റെ ക്യാപിറ്റൽ വേറെ ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലം നമ്മൾ അവിടെ നിന്ന് പിന്നെ പോകും. ഈ റിട്ടേൺ ടിക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടി എവിടെയെങ്കിലും ചോദിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലല്ലാതെ എവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഈ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നിർബന്ധമായിരുന്നു. ഇപ്പം അങ്ങനെ ചോദിക്കാറില്ല അല്ലേ? ഒരിടത്തും ചോദിക്കാറില്ല. എനിക്ക് എന്താ അറിയത്തില്ല. പണ്ട് സ്ഥിരം ഫാസൽ എയർപോർട്ടിനകത്ത് മണിയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ? കണ്ടല്ലേ? ഫുൾ മണിയും പരിപാടികളും സെറ്റപ്പും ഒക്കെ ആയിട്ട് പല പല രീതിയിൽ എല്ലായിടത്തും ആ ഒരു ക്രിസ്മസ് വൈബ് വരുന്ന രീതിയിൽ പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ അകത്ത് വന്നിരിക്കുകയാണ്. ബാഗെല്ലാം ഡ്രോപ്പ് ചെയ്തു. അകത്ത് വരുമ്പോഴത്തേക്കിനും ഇവിടെ എയർപോർട്ടിൽ മൊത്തം ഇങ്ങനെ ഇത് കണ്ടോ? രസമുണ്ടല്ലേ കാണാൻ? ഇത് ലൈറ്റാണ് കേട്ടോ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്റ്റൽ അല്ല, മറ്റേ ഇത് റബ്ബർ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വളയും കേട്ടോ. റബ്ബർ പോലത്തെ ഒരു സാധനമാണേ. അത് കൊള്ളാവേ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയായിരിക്കും ഒരു ഇതിനകത്ത് LED ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്, അത് കൊള്ളാം. അതായത് ക്രിസ്മസ് ആകുമ്പോൾ ഇലയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇലയ്ക്ക് പകരം പൂക്കൾ. എന്താ കൺസെപ്റ്റ് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വിസിൻ്റെ വിമാനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ റയാനെയർ കിടപ്പുണ്ട്. ഈ റയാനെയർ, വിസ് എയർ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ പല ബഡ്ജറ്റ് കാരിയേഴ്സാണ്. ശരിക്കും ഇവിടെ നിന്ന് 2500 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് UK പോകാം. നിങ്ങളുടെ ഒരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ. അതായത് UK മാത്രമല്ല, യൂറോപ്പിനുള്ളിൽ എവിടെ വേണമെങ്കിലും മിനിമം ഒരു 1500 രൂപ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഹാൻഡ് ബാഗ് മാത്രം ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ വിസ് എയറിൻ്റെയും റയാനെയറിൻ്റെയൊക്കെ ഗുണം. അതായത് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി പോകാൻ പോലും നമുക്ക് മിനിമം ഒരു 5000-6000 മിനിമം വരും. അപ്പോൾ ആ ദൂരമൊക്കെ ഇവിടെ. പക്ഷേ നമുക്ക് അവിടെ ബാഗ് കിട്ടുന്നു കേട്ടോ. നമുക്കെല്ലാം ബാഗേജ് അടക്കമാണ് റേറ്റ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇത് ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പൊതുവെ ചീപ്പാണ്, അഫോർഡബിളാണ് ഇതുപോലുള്ള ബഡ്ജറ്റ് എയർലൈൻസ്. പക്ഷേ ലാസ്റ്റ് ടൈം ഒക്കെ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കിനും നല്ല റേറ്റ് വരും. ബാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ആവും. 5000 എന്നുള്ള 10000 ആവും. ഉണ്ടല്ലേ? എല്ലാ ആർട്ടിഫിഷ്യൽ സാധനങ്ങളാണ്. ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന സാധനമായിരിക്കും മൊത്തം കേട്ടോ. ഇതെല്ലാം മറ്റേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ തെർമോക്കോളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു സാധനങ്ങളാണ്. എയർപോർട്ടിനകത്ത് ഷവർമയൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നുണ്ടല്ലേ? പക്ഷേ ഇവിടുത്തെ ഷവർമ അല്ല, ഇപ്പം മെഷീനിൽ ചെത്തിയെടുത്ത് തരുന്നതാണ്. അതുകൊണ്ട് സ്ലൈസസാണ്, പക്ഷെ ഒരു ടേസ്റ്റ് ഇല്ല. ഫുഡ് കോർട്ട് ഷവർമ വരെ വെക്കാൻ വെച്ചേ കേട്ടോ. ബോർഡിംഗ് ഗേറ്റിലെ പടം കണ്ടോ? തജു ഉരോൺ അതിന് സംബന്ധിക്കുന്നതല്ല. തിയാജു ഉരോൺ ഗസ്വാർ ഫെസ്താത്ത്. വിമാനത്തിൻ്റെ മുകളിൽ സാന്റേനെ കെട്ടിവലിച്ച് പോകുന്ന ഒരു ചിത്രം കണ്ടില്ലേ? കൊള്ളാമല്ലേ? അതിവിടെ എല്ലാ ബോർഡിംഗ് പോയിന്റിലും കൊടുത്തിട്ടുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ക്രിസ്മസ്. ക്രിസ്മസ് യൂറോപ്പിൽ ഭയങ്കര വൈബാട്ടോ. ഞാൻ ഇത്തവണത്തെ ക്രിസ്മസ് ഈവിന് ആംസ്റ്റർഡാമിലായിരിക്കും. ഡിസംബർ 24-ന് അതാണ് പരിപാടി. പിന്നെ ഡിസംബർ 31-ന് ഞാൻ
ഇന്തോനേഷ്യയിലായിരിക്കും, ജക്കാർത്തയിൽ. അവിടുത്തെ ന്യൂ ഇയർ ജക്കാർത്തയിലാണ്, ഫാമിലി ട്രിപ്പാണ്. ഹായ്. യെസ്. അങ്ങനെ നമ്മൾ ലൗഞ്ചിൻ്റെ ഉള്ളിൽ കയറി വന്നു. ഇതാണ് ഇവിടുത്തെ ലൗഞ്ച്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ലോഞ്ചിലൊന്നും ഇതുപോലെ കുപ്പിവെള്ളം വെക്കാറില്ല. കാരണം കുപ്പിവെള്ളം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും, അതായത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എടുത്തുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പിവെള്ളം വെക്കാറില്ല. പക്ഷെ എൻ്റെ ദൈവം, ഇത് കണ്ടില്ലേ, ഇത് മറ്റേ ബക്ലാവയാണോ? അല്ലല്ല, ബക്ലാവയല്ല, ഇത് ചീസ് ബുറെക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ചീസ് ബുറെക്ക്. പിന്നെ ഇത് മറ്റേ മാർഗരീറ്റ പിസ്സ. പിന്നെ ഇത് സ്പിനാച്ച് ബുറേക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ബാൽക്കൻ രാജ്യങ്ങളിലെ ഒരു ഡിഷാണ്. പിന്നെ മുട്ടയുണ്ട്, പുഴുങ്ങിയ മുട്ടയുണ്ട്. പിന്നെ ജാക്ക് ഡാനിയൽസ് ഉണ്ട്, സ്മിർനോഫ് ഉണ്ട്. പിന്നെ റാക്കി എന്ന് പറയുന്ന ഇവിടെ സാധനമാണ്. ബ്രാൻഡി, പിന്നെ വിസ്കി. പിന്നെ ഇതെന്താ സാധനം? ഇത് എന്തോ ഒരു സാധനം, എന്താണെന്നറിയില്ല കേട്ടോ. അങ്ങനെ ഇവിടെ പേരറിയാത്ത ഇത് ലസാന, ബീഫ് ലസാന. പിന്നെ ഇത് മറ്റേ റൈസ് പിലാവ്, പിലാവ്. പിന്നെ ഇത് സ്പിനാച്ച് ആൻഡ് റൈസ് സ്റ്റ്യൂ എന്ന് പറഞ്ഞൊരു സാധനം കൊള്ളാമല്ലോ. പിന്നെ സൂപ്പുണ്ട്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, സിറിയൽസും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ സംഭവങ്ങളുണ്ട്. നല്ല അടിപൊളി ലോഞ്ച്, കുറേ ഐറ്റംസ് ഉള്ള ഒരു കിടിലൻ ലോഞ്ച്. ഇതുവരെ സാധനങ്ങളാണ്. ജ്യൂസൊക്കെ ഉണ്ടല്ലേ, ജ്യൂസ്, പിന്നെ മഫിൻസ്. പിന്നെ ഇവിടെ താഴെ കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ സോഡ വാട്ടർ, പിന്നെ സാദാ വെള്ളം, ബിയർ, കൊക്കക്കോള, ഫാൻഡ, പച്ച ഫാൻഡയോ കൊള്ളാലോ, പച്ച ഫാൻഡ. ഇതെന്ത് സാധനം? ഇത് ഫാൻഡ എക്സോട്ടിക്, പച്ച ഫാൻഡ, ഓറഞ്ച് ഫാൻഡ, ബിയർ, കൊക്കക്കോള. എന്തൊരു വെറൈറ്റി സാധനങ്ങളാണ്. കൊക്കക്കോളയൊക്കെ ഫുൾ ക്രിസ്മസ് തീമാണ്. അതെനിക്ക് അടിപൊളി. എന്താ ചായ? ഞാനും എടുക്കാം അൽബേനിയൻ ചായ. ഉള്ളതല്ലേ, രസമുണ്ട്. അൽബേനിയൻ ചായക്ക് എന്തൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, എന്തോ ഒരു ഫ്ലവേഴ്സ് പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട്. എന്താ ഫ്ലവേഴ്സ് അറിയില്ല. ഞങ്ങൾ ലോഞ്ചിലിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഗേറ്റ് ക്ലോസ് ചെയ്തോന്നറിയില്ല. 5:15 ഗേറ്റ് ക്ലോസ് ചെയ്തെന്ന് ബോർഡിംഗ് പാസിലുണ്ട്. സമയം ഇപ്പോൾ 5:20 പണി പാളും. ഗേറ്റ് ക്ലോസ് ആയെങ്കിലും ഇല്ല, പച്ചയാണ് കാണിക്കുന്നത്. ബോർഡിംഗ് ആണോ നോക്കട്ടെ, എന്താ അവസ്ഥ? ഭാഗ്യം, ബോർഡിംഗ്. യാ, താങ്ക് യു. എൻ്റെ അമ്മ ലാസ്റ്റ്. അടിപൊളി, ജസ്റ്റ് എസ്കേപ്പ് കേട്ടോ. ബോർഡിങ് കഴിഞ്ഞു. നമ്മളെ കാത്തു നിൽക്കുക. നമ്മളെപ്പോലെ ലേറ്റായിട്ട് വന്ന ആൾക്കാരെ കാത്തു നിൽക്കുക. ജസ്റ്റ് എസ്കേപ്പ്. നന്നായി. ഇതൊക്കെയാണ് രസം. നിങ്ങൾ നോക്കിയതും കറക്റ്റ് സമയം വന്നതും പറഞ്ഞതും അടച്ചു. നമ്മളെ ലാസ്റ്റ് പാസഞ്ചേഴ്സ്. പ്രൈവറ്റ് ടെർമിനൽ ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലബ്ബ്. അത് ശരി, പ്രൈവറ്റ് ലക്ഷറിയസ്. അത് കിടിലൻ വണ്ടിയാണ്, സെറ്റപ്പാണേ. അത് കൊള്ളാം. കണ്ടോ നോക്കി, ഇത്തരത്തിലുള്ള വണ്ടിയിൽ നമ്മളെ വിമാനത്തിൽ കയറ്റാൻ കൊണ്ടുവരും. എന്നൊക്കെ പരിപാടികളാണ് അല്ലേ. ലക്ഷൂറിയസ് എയർപോർട്ട് ട്രാൻസ്ഫറും അങ്ങനത്തെ പരിപാടിയും സംഭവങ്ങളും. ഹായ്, ഗുഡ് ഈവനിങ്. നമ്മളിവിടെ ഫ്രണ്ട് റോയിൽ സീറ്റിൽ തന്നെ ഇരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ് ഗൈസ്. ഇങ്ങനെ നമ്മളിന്ന് വിസ്സെയറിൻ്റെ ഫ്രണ്ട് റോയിലാണ് ഇരിക്കുന്നത്. വിസ്സെയറിൻ്റെ ഫ്രണ്ട് റോ കാലൊക്കെ നിവർത്തി വെച്ചിരിക്കാം. പിന്നെ ഇവിടുത്തെ കാലിയാണ്. വിമാനം ഫുള്ളൊന്നുമല്ല, അത്യാവശ്യം കുറേ സീറ്റുകളൊക്കെ കാലിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 മണിക്കൂറാണ് ഇവിടുന്ന് സൈപ്രസിലേക്കുള്ളത്. എന്ത് രസമല്ലേ തിരാന നഗരം കാണാനായിട്ട്. അടിപൊളി. അൽബേനിയ അടിപൊളി സ്ഥലം കേട്ടോ, കിട്ടുന്ന സ്ഥലം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അൽബേനിയ. നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് വരും, കാരണം നമ്മുടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ട് ഈ വർഷമൊക്കെ. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു രാജ്യമാണ്. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂറത്തെ വിമാനയാത്ര കഴിഞ്ഞ് നമ്മളിവിടെ സൈപ്രസ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയാണ്. സൈപ്രസ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഒരു കൺട്രിയാണ്, മെഡിറ്ററേനിയൻ രാജ്യമാണ്. ഇത് ഏഷ്യയാണോ യൂറോപ്പാണോ അതോ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ ഡൗട്ടാണ്, കൺഫ്യൂഷനാണ്. കാരണം ഇത് 3ൻ്റെയും മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നൊരു രാജ്യം. പക്ഷേ യൂറോപ്യൻ യൂണിയനിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു സൈപ്രസ് എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. ഇവിടെ ലർണാക്ക എന്ന് പറയുന്ന ഇവരുടെ ഒരു നഗരത്തിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഈ താഴെ കാണുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ എയർപോർട്ട്. ഈ അവിടെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ സൈപ്രസിൽ എത്തിയിരിക്കുകയാണ്. സൈപ്രസിൽ നമ്മുടെ വിമാനം ലാൻഡ് ചെയ്തു.
കണ്ടിട്ടൊരു ചെറിയ എയർപോർട്ടാണെന്ന് തോന്നുന്നു. SAS എന്ന് പറഞ്ഞൊരു ചെറിയ വിമാനം മാത്രമേ അവിടെ കിടപ്പുള്ളൂ, വേറെ ഒന്നുമില്ല. താങ്ക് യു, ബൈ. ആഹാ, ചെറിയ നല്ല അടിപൊളി തണുപ്പ്, അടിപൊളിയല്ലോ, നല്ല വെതർ. അങ്ങനെ ഞങ്ങൾ സൈപ്രസ് എത്തിയിരിക്കുകയാണ്. ഞാൻ കാല് കുത്തുന്നു. എൻ്റെ 91ാമത്തെ രാജ്യം ഇപ്പം വീടാൻ കാല് കുത്തി. അയ്യോ, അപ്പോൾ വെൽക്കം ടു സൈപ്രസ് ഗായ്സ്. വേമ്പ പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് ഇമിഗ്രേഷൻ ചെയ്യാം. ഇവിടെ വരാൻ വിസ വേണം. ഷെങ്കൻ വിസ മൾട്ടിപ്പിൾ എൻട്രി ഉള്ള ആളുകൾക്ക് ഇവിടെ വരാൻ വേറെ പ്രത്യേകിച്ച് വിസ ഒന്നും വേണ്ട. ഷെങ്കൻ വിസ മതി. പക്ഷേ മൾട്ടിപ്പിൾ എൻട്രി ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. വേറെ 1 year വേണമെന്ന് പറയുന്നല്ലോ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറയുന്നു. 6 months വാലിഡിറ്റി വേണമെന്ന് പറയുന്നുണ്ടോ? അങ്ങനെയൊന്നും അറിയില്ല, നോക്കാം. ഒമ്പം പരിപാടികളാണ് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി താഴെക്കൂടെ നടന്നു വന്ന് എയറോ ബ്രിഡ്ജിലൂടെ പോവുക. എന്നാൽ എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്യുകയല്ല, കാരണം എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നതിന് വേറെ സെപ്പറേറ്റ് ചാർജസ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും സൈപ്രസ് നദി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ബ്രോ? അതൊക്കെ എവിടെയാണോ ആവോ? പണ്ട് ചരിത്രം പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്. സൈപ്രസ് നദി, സൈപ്രസ് റിവർ. അങ്ങനെ സൈപ്രസ് ഒട്ടേറെ ചരിത്രമുള്ള സ്ഥലമാണ്. മെഡിറ്ററേനിയൻ രാജ്യമാണ്. അതായത് നമ്മൾ ഇറ്റലിയുടെ സിസിലി ദ്വീപിലൊക്കെ പോയില്ലേ, അതേപോലെ തന്നെ മെഡിറ്ററേനിയനിൽ 3ാമത്തെ വലിയ ഐലൻഡാണ്. ഇതൊരു വലിയ ദ്വീപാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം അല്ലേ? യെസ്.